ഇനി ആകാശം ഇടിഞ്ഞ് വീഴുന്ന വന്നാലും പിണറായി വിജയൻ മൈൻഡേ ഇല്ല. പിണറായി ക്യാപ്റ്റനും ഞാൻ വൈസ് ക്യാപ്റ്റനായിട്ടൊരു ജാഥ LDFിൻ്റെ ജാഥയിൽ. പിണറായി വിജയൻ നല്ല ഭക്ഷണപ്രിയനാണ്, സെലക്റ്റീവ് ഫുഡാണ്. അപ്പോൾ CPMൻ്റെ തിരുവനന്തപുരത്തെ പല പ്രവർത്തകർക്ക് ഈ പിണറായിയുടെ ഫുഡ് ഹാബിറ്റ് പിടിയില്ല. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ മീനൊന്നും പോരാ, ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീൻ വേണം. എവിടെയാണ് ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ആനത്തലവട്ട ആനന്ദൻ്റെ വീട്ടിലാണ്. പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം ആനത്തലവട്ട ആനന്ദനും PSമായിട്ട് ഭയങ്കര ബന്ധമാണ്. അന്നേരം ഇങ്ങനെ PSൻ്റെ ശത്രുവായിരിക്കുന്ന സമയം അങ്ങനെ വേറെ ആരെയും കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല ഉണ്ടായിരുന്നു. അപ്പോൾ കറികളെല്ലാം വിളമ്പി ഈ മീൻ കൊണ്ടുവച്ച് മീൻ, അപ്പോൾ അതിൽ വിരലിട്ട് അമർത്തിയത് വലിയ കഷ്ണമാണ്, അത് വറുത്തതാണ്. അമർത്തി എന്നോട് ഇത് എന്ത് മീനാണ്? എനിക്ക് അറിഞ്ഞുകൂടാതാണ്. അപ്പോൾ അവിടെ വിളമ്പി തന്നെ ഞാൻ വിളിച്ചത്, ഇത് എന്ത് മീനാണ്? അപ്പോൾ അവൻ്റെ ചെവി പറഞ്ഞത് ചൂരയാണ്. ചൂര വന്നിട്ട് കൊള്ളാത്ത മീനാണ്. ഞാൻ പിണറായി ചൂരയാണ്. അപ്പം അഴിച്ച് ഉണ്ടില്ല, അഴിച്ച് ഞാൻ AKG സെൻറ്ററിൽ കാണാൻ ദിവാരം പോകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. പൊങ്ങളത് സത്യനേശ്വരാണ് ജില്ലാ സെക്രട്ടറിയാണ്. ഉണ്ണാതെ പോയപ്പോഴും യവന്മാർക്ക് ഇതുവരെ പേടിയില്ല. സത്യനേശ്വരനോട് പറഞ്ഞ് സഹേബ വല്ലതും പറ്റുമോ, നമ്മുടെ വല്ലതും നടപടി എടുക്കുമോ? ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ പറയാം, ഞങ്ങൾ എല്ലായിടത്തും നോക്കി കിട്ടിയില്ല, അതാണ് നല്ല മീൻ കിട്ടിയില്ല, അതൊന്ന് പറഞ്ഞേക്കണം. ഞാൻ ഇയാളൊരു കാര്യം ചെയ്യും, നാളെ പാറശാലയാണ്, രാവിലെ പോയി പാളയം മാർക്കറ്റിൽ പോയി വലിയ നെമ്മീനുണ്ട് വലുത്, അത് വാങ്ങി നേരെ അവിടെ കൊണ്ടുപോയി പാറശാല കൊണ്ടുപോയി നല്ല കറി വെച്ച് നാളെ കൊടുത്താൽ നാളെ നമുക്ക് പരാതിയെല്ലാം തീർക്കാം. സത്യരാജ് വെളുപ്പക്കാലത്ത് 5 മണിക്ക് പാളയം മാർക്കറ്റിൽ നിൽക്കുകയാണ് മീനാക്കി. മീൻ വെച്ചുകൊണ്ട് പോയി പാറശാല കൊണ്ടുപോയി വീട്ടിൽ ഇയാൾ നമ്മൾ ക്യാമ്പയുടെ വീട്ടിൽ കറി വെച്ച് വറുത്ത് നല്ല ഒന്നാന്തരം മീൻ ഉണ്ടായിരുന്നു. വന്നിരുന്നുകൊണ്ട് നോക്കും കറികളൊക്കെ. എന്നെങ്ങനെയാണ് ദിവാലായി മീൻ? ഞാൻ നല്ല മീനാണ്. അതെങ്ങനെ ഇന്ന് നല്ലത് കിട്ടിയത്, ഇന്നലെ എന്താ കിട്ടാത്തത്? ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമുക്കത് വേറെ ഏർപ്പാടുണ്ട്, സഖാവ് കഴിക്കണം. ഞാൻ വളരെ പ്രിയാണ് അതിനടുത്ത്. കഴിച്ച് ഭയങ്കര സന്തോഷമായി. അതിനുശേഷമാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സത്യനേശൻ ഉറങ്ങിയത്. ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റ്, ഒരു ഫുഡിൻ്റെ ഹാബിറ്റ് അല്ലാതെ ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. രാഷ്ട്രീയമൊക്കെ വളരെ ക്ലീനാണ്, ജീവിതം വളരെ ക്ലീനാണ്, നിർഭയനാണ്, ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല. തനിക്ക് ഉത്തമ ബോധ്യപ്പെട്ട കാര്യം തല പോയാലും ചെയ്യും. ഒരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ്. ഇനി ആകാശം ഇടിഞ്ഞ് വീഴുന്ന വന്നാലും പിണറായി വിജയൻ മൈൻഡേ ഇല്ല.